കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിന്റെ തെളിമയിൽ ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളോടെ ശൂരനാട് രക്തസാക്ഷിത്വം 75-ാം വാർഷികാചരണത്തിന് സമാപനം. ശൂരനാട് രക്തസാക്ഷിത്വത്തിന്റെയും സമരത്തിന്റെയും ത്യാഗത്തിന്റെയും കൂടി കരുത്തിലാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ പറഞ്ഞു. രക്തസാക്ഷി കുടുംബങ്ങൾക്ക് ആദരം നൽകിയാണ് ഒരു വർഷം നീണ്ട 75-ാം വാർഷികാചരണത്തിന് സമാപനം. 75 വർഷം മുമ്പ് ജന്മിത്വത്തിനും സവർണ മേധാവിത്വത്തിനും അസമത്വങ്ങൾക്കുമെതിരെ കർഷകരും കർഷക തൊഴിലാളികളും നടത്തിയ പോരാട്ടം പുതിയ കാലത്തെ നാടിന്റെ കുതിപ്പിൽ ആവേശസ്മരണയായി. മധ്യകേരളത്തെ ചുവപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിയ ഉശരൻ ചെറുത്തുനിൽപ്പിന്റെ സ്മരണകളിൽ നിറഞ്ഞ് കൊല്ലം ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കൾ ചേർന്ന് പുഷ്പചക്രം അർപ്പിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പൊയ്കയിൽ രക്തസാക്ഷി സ്മാരക ഗ്രൗണ്ടിലേക്ക് അനുസ്മരണ റാലിയും നടന്നു. യുവജന സംഘടനകൾ ഇരുചക്രവാഹന റാലിയും നടത്തി. പാറക്കടവിലെ ശൂരനാട് രക്തസാക്ഷി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കടവൂർ, കൃഷ്ണപുരം, കായംകുളം, കാർത്തികപ്പള്ളി, മാവേലിക്കര, ഹരിപ്പാട്, കുന്നത്തൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം എന്നിവിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾ അനവധി പ്രതിസന്ധികൾക്കിടയിലും 1957 വിജയിക്കുകയും ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അടിത്തറവാകിയ വിജയമായി മാറുകയും ചെയ്തു. അധികാരത്തിലെത്തിയ സർക്കാർ ജന്മിത്വത്തിന്റെ കടക്കിൽ കത്തിവെച്ച ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയെന്നും പുത്തലത്ത് ദിനേശൻ പറഞ്ഞു. ഇങ്ങനെ ജന്മിത്വ വിരുദ്ധ സമരവും സാമ്രാജ്യത്വ വിരുദ്ധ സമരവും തങ്ങളുടെ ജീവിതാവസ്ഥയെ തടയാൻ വേണ്ടി അധികാരി വർഗം ശ്രമിച്ചപ്പോ സാധാരണക്കാരന്റെ പക്ഷത്തു നിന്ന് കൊണ്ടുയർത്തിയ പോരാട്ടങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചത്. ആ രാഷ്ട്രീയം തന്നെയാണ് ശൂരനാട്ടിലും ഉണ്ടായത്. സംഘടക സമിതി ചെയർമാൻ RS അനിൽ അധ്യക്ഷനായിരുന്നു. മന്ത്രി P പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, സംഘാടക സമിതി കൺവീനർ M ശിവശങ്കരപിള്ള, PK പ്രേംനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.